നബിയുടെ വഫാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് പറയുന്നതാണ്. മനസ്സിലാക്കുന്നത് നമ്മൾ 4ാം ക്ലാസ് മുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് റസൂലുള്ളാഹി നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനത്തെ ഭാഗം പറയുന്ന ഭാഗമാണ്. നമ്മൾ നന്നായി റസൂലുള്ളാഹിയോട് സ്നേഹമുള്ളവരാണ്. ഓക്കെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയാവുന്നതാണ് പാഠത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. ഹിജ്റ 11ാം വർഷം സഫർ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയാവുന്നു. അതിന്റെ അവസാന ദിവസങ്ങളിൽ ഓക്കെ, ഹിജ്റ 11ാം വർഷം സഫർ അവസാന ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിക്കുന്നു. അങ്ങനെ രോഗം ബാധിച്ചപ്പോൾ നിസ്കാരത്തിന് നേതൃത്വം പള്ളിയിൽ പോകാൻ കഴിയാതായി വന്നു. അപ്പൊ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി അബൂബക്കർ ചുമതലപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോകാൻ കഴിയാതായപ്പോൾ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കർ ചുമതലപ്പെടുത്തി. ഓക്കെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പ്രസംഗം നടത്തിയ വാർത്ത പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗാവസ്ഥയിൽ ഒരിക്കൽ പള്ളിയിലെത്തി. എന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, അള്ളാഹു അവന്റെ അടിമക്ക് ഇഹലോകമോ അള്ളാഹുവിന്റെ അടുക്കലുള്ളതോ തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകി. അടിമ അള്ളാഹുവിന്റെ ഉള്ളത് തിരഞ്ഞെടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇതിനൊരു അർത്ഥം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോ ഇത് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗ സമയത്ത് മൈമൂനയുടെ വീട്ടിലായിരുന്നു. എല്ലാ ഭാര്യമാരോടും അനുവാദം ചോദിച്ചു. ഒരൊക്കെ അനുവാദത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് മാറുകയാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ രണ്ടുപേരുടെയും സഹായത്താലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുന്നത്. ഓക്കെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവാത്ത റിപ്പീറ്റ് കേൾക്കണേ, പിന്നെ റിപ്പീറ്റ് അടിച്ച് കേൾക്കണം, നന്നായി മനസ്സിലാക്കണം. ഓക്കെ, സ്പീഡ് കുറയ്ക്കേണ്ടി വന്ന സ്പീഡ് കുറച്ച് നിങ്ങൾ കേൾക്കണം. ഇനി വഫാത്ത് ദിവസത്തെ സുബ്ഹ് നിസ്കാരം. ഓക്കെ, ഈ വഫാത്ത് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്നു. ആരായിരുന്നു ഇമാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കാരം നടത്തുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്നിട്ട് ഇരുന്നു കൊണ്ട് ആ നിസ്കാരത്തിൽ തുടർന്നു പങ്കെടുത്തു. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിച്ചു. നിൽക്കാൻ മാത്രം റസൂലുള്ളാഹിക്ക് ആരോഗ്യമില്ലായിരുന്നു, വളരെ രോഗാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം അവസാനമായി ഉപദേശം നൽകുന്നത് പറയുന്നുണ്ട്, അല്ലാഹു ഹലാലാക്കിയതല്ലാതെ ഞാൻ ഒന്നും ഹലാലാക്കിയിട്ടില്ല, അവൻ ഹറാമാക്കിയതല്ലാതെ ഞാൻ ഒന്നും ഹറാമാക്കിയിട്ടില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോയി. ഓക്കെ, അങ്ങനെ പിന്നെ പറയുന്നത് വഫാത്തിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവാഹന സമയത്ത്, അതായത് രാവിലെ ഒരു ദുഹയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നത്. അന്ന് പ്രായം 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. വല്ലാത്തൊരു രംഗം, അതിനെക്കുറിച്ച് അതിൽ പറയുന്നത്. സഹാബികളാകെ വിഷമിച്ച് വളരെ പ്രയാസത്തിലായിട്ട് ഒരുപാട് ചിന്തകൾ നഷ്ടപ്പെട്ടു, ബോധം നഷ്ടപ്പെട്ടു, പല രീതിയിലായി ഇരിക്കുമ്പോൾ സഹാബികളാകെ പരിഭ്രമിച്ചു. അങ്ങനെ ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം ഇമാം ഏൽപ്പിച്ച ആളാണ്, ഇനി കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട ആളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് അവരെ ആശ്വസിപ്പിച്ചു, അവരെ ഖുർആനാക്കി കേൾപ്പിച്ചു. നമുക്കറിയാം, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്നിടത്ത് ഇങ്ങനെ ഭയങ്കരമായ പ്രശ്നം നടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തു. എന്നിട്ടോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെറിയൊരു പ്രസംഗവും നടത്തി. എന്താ പറഞ്ഞത്? മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. വല്ലാത്തൊരു അർത്ഥമുള്ള ഒരു വാചകമായിരുന്നു. ആരെങ്കിലും മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കും. ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി വഫാത്തായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു എന്നെന്നും മരിക്കാതെ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെറിയൊരു പ്രസംഗം നടത്തുന്നു. ഇതോടുകൂടി ജനങ്ങൾ ശാന്തരായി. ഓക്കെ, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റത്ത് ശരീഫയിലാണ് നിലകൊള്ളുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റത്ത് ശരീഫയിലാണ് നിലകൊള്ളുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.